എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. Page of Wands, Ten of Swords, Two of Wands, Nine of Wands, Two Cups, Tower കാർഡ് വന്നിട്ടുണ്ട്, ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഇതാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. റീഡിങ്ങിലേക്ക് പോകാം. പേജ് ഓഫ് വാൺസിൻ്റെ കാർഡാണ്. വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഊർജം നിറഞ്ഞൊരു ദിവസമാണ്. നിങ്ങൾക്ക് പുതിയ പ്രതീക്ഷകളും പുതിയ ആശയങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഉടലെടുക്കുന്നുണ്ട്. മരുഭൂമിയിൽ നിൽക്കുന്ന ഒരാൾക്ക് പുതിയ ഒരു എനർജി ലഭിക്കുന്നതായിട്ട്, പുതിയ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കുറേ നാളുകളായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ഇന്നത്തെ ഒരു ദിവസം പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ടുള്ള ഒരു അവസരങ്ങൾ എത്തുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകളുടെ ഡിസ്കഷൻസ് ഇന്നത്തെ ദിവസം നടക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ആലോചിക്കുന്നുണ്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതും അതെങ്ങനെ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൃഷ്ടിപരമായ കഴിവുകളെല്ലാം പുറത്തെടുക്കുവായിട്ട് വരുന്ന ഒരു ദിവസമാണ്. കലാകാരന്മാർക്കൊക്കെ നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അവരുടെ ഒരു അധ്വാനത്തിൻ്റെ, അവരിട്ടിരിക്കുന്ന എഫേർട്ടിൻ്റെ ഒരു ഫലം ഇന്ന് മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരങ്ങൾ ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. നിങ്ങളുടെ വഴിയിൽ പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായ അനുഭവങ്ങൾ, കുറേ നാളുകളായിട്ടുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ, നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം പുതിയ പ്രതീക്ഷകളും പുതിയ ആശയങ്ങളും പുതിയ പദ്ധതികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത്. ടെൻ ഓഫ് സോൾസിന്റെ എനർജിയാണ്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങളെ ആരെങ്കിലും ഒന്ന് പിന്നിൽ നിന്ന് കുത്തുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. ആരെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്താൽ ഇന്നൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു സപ്പോസ് ഒരു പ്രോജക്റ്റിനകത്ത് നിങ്ങളെയും കൂടി ഇൻവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കും കൂടി ഇതിനകത്തൊരു ചാൻസ് തരാം എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിൻ്റെ ഒരു ഫൈനൽ സിറ്റുവേഷനിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ അതിൽ നിന്ന് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന, ഒഴിവാക്കി വിടുന്ന ഒരു അവസ്ഥയായിരിക്കാം. അങ്ങനെ ചിലർക്കൊരു അനുഭവം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഒരു ഗൂഢാലോചന നടത്തുന്നതായിട്ട് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നമ്മളോട് ഇങ്ങനെ ബിഹേവ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ പ്ലാൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആവാം, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു
കാര്യം നടന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ ഇത് നേരത്തെ സംഭവിച്ചതായിരിക്കാം, നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടാവില്ല. ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഫീല് ലഭിക്കുന്നത്. അതുപോലെ ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ പിന്നിൽ നിന്ന് കുത്തലിൽ നിന്ന് നിങ്ങൾ മാനസികമായിട്ടൊന്ന് തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ഒരു ടവറിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം നിങ്ങൾ അത്രയും നല്ലൊരു പ്രതീക്ഷയിലായിരിക്കും നിന്നിരുന്നത്. ആ പ്രതീക്ഷ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു വേദന നിങ്ങൾക്ക് ഇന്ന് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. എല്ലാ ആളുകൾക്കും ഇല്ല, ചില ആളുകൾക്ക് അങ്ങനെ ഫീൽ ചെയ്യും. കാരണം നമ്മൾ അത്രയും ചിലപ്പോൾ ഒരു സ്വപ്നം കണ്ടൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വാഗ്ദാനത്തിൽ നിങ്ങൾ ഒരുപാട് അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സ്വപ്നങ്ങളിൽ നിൽക്കുന്ന ഒരാൾക്കാർ അത് നഷ്ടപ്പെട്ടെന്ന് അറിയുമ്പോഴുള്ള ഒരു ഫീലിംഗ് കുറച്ച് വേദനയുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്കാർ ഇന്നത്തെ ദിവസം ഉണ്ട്. അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന ഒരു തിരിച്ചടിയാണത്. നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ചില സിറ്റുവേഷൻസ് അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർ അങ്ങനെ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യാം. അത് ചിലപ്പോൾ നമ്മുടെ കർമ്മഫലമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചടിയാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനോട് പൊരുത്തപ്പെട്ടു പോവുക. ഈ ഒരു സിറ്റുവേഷൻ എന്നും നിലനിൽക്കുന്നതല്ല. അത് ഇന്നൊരു ദിവസത്തേക്കോ നാളെ അങ്ങനെ കുറച്ച് നാളത്തേക്കുള്ള ഒരു എനർജിയാണ്. അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ചെറിയൊരു പെയിൻ കിട്ടാനുള്ള ഒരു ചാൻസ് നിങ്ങൾക്കുണ്ട്. അത് കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കരുതിയിരിക്കുന്നത് നമുക്കത് മെന്റലി പ്രിപ്പയർഡ് ആവാം. നമുക്കിങ്ങനെ സിറ്റുവേഷൻ വന്നാലും നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമില്ല. യൂണിവേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ളൊരു ലൈഫല്ലേ, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുമ്പോഴും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് യൂണിവേഴ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാക്കി നടത്തി തരാൻ വേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു നെഗറ്റീവ് കാർഡാണ് ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു വിധേയത്വം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ പല കാര്യങ്ങളോടും നിങ്ങൾക്കൊരു ആസക്തി തോന്നാം. നമുക്ക് ചെറിയൊരു പെയിൻ വന്നു കഴിയുമ്പോൾ, ഒരു തിരിച്ചടി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പലതിനോടും ഒരു എന്താ പറയുക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് പറയുന്നത്. എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. ഇപ്പോൾ എന്തെങ്കിലും അഡിക്ഷൻസ്, എന്തെങ്കിലും മദ്യപാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ഒരു പെയിനും കൂടി വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാനുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സറൗണ്ടിങ്സിലുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള അഡിക്ഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കി നിൽക്കുക ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം നിങ്ങൾ കുറച്ച് മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. അതാണ് കൂടുതൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നതും സമാധാനം തരുന്നതും. ആ ഒരു മാർഗത്തിലേക്ക് സ്വീകരിക്കുക. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ടെൻഷനോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ അഡിക്ഷൻസിന്റെ പുറകെ പോവാതെ നമ്മൾ കുറച്ച് പ്രാർത്ഥനകൾ കൂട്ടി മെഡിറ്റേഷനൊക്കെ ചെയ്ത് പ്രാണായാമമൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക. ആ വഴി സ്വീകരിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ആളുകളുടെ ഉണ്ടാവാനുള്ള ചാൻസിൽ നിന്ന് നിങ്ങൾ മാക്സിമം ഒഴിവായി നിൽക്കുക എന്നാണ് പറയുന്നത്. പ്രലോഭനങ്ങളിൽ പെടരുത്. പല ആൾക്കാരും ചിലപ്പോൾ നമ്മളെ പ്രലോഭിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആ പ്രലോഭനങ്ങളിൽ നിന്നും വീഴാതെ നിങ്ങൾ യൂണിവേഴ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. 2 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ സ്വന്തം ശക്തി തിരിച്ചറിയുന്ന ഒരു ദിവസമാണ്. നമ്മൾക്കൊരു പരീക്ഷണഘട്ടം നേരിട്ട് പുറത്തു വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ ശക്തി തിരിച്ചറിയുന്നത്. നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ പറ്റി, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് നമ്മൾ വളരെ ധീരമായിട്ട് പുറത്തേക്ക് വന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു. നമ്മൾക്ക് ആ സിറ്റുവേഷനെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു ഉണർവിലാണ് നിങ്ങൾ. ഭാവിയെക്കുറിച്ച് വളരെ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടത്. അപ്പം ഇനി ഒരു പുതിയ കാര്യം നേരത്തെ വന്നു, പുതിയ ഒരു മരുഭൂമി ഒന്നുമില്ലാതെ നിൽക്കിടന്ന ഒരു പുതിയ കാര്യത്തിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആദ്യമേ തന്നെ കാർഡ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങുന്നു, അല്ലെ പുതിയ കാര്യങ്ങൾ ഭാവിയെക്കുറിച്ച് വളരെ
അഗാധമായിട്ട് ചിന്തിക്കുന്നു, കുറച്ചും കൂടി വിശാലമായിട്ട് ചിന്തിക്കുന്നു. ഇത്രയും നാൾ ചിന്തിച്ചതും നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിശാല മനസ്കത, കുറച്ചും കൂടി വലിയൊരു ഫ്രെയിമിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇപ്പൊ ഇത്ര നാൾ ചിലപ്പോൾ നിങ്ങളൊരു ചെറിയൊരു മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്നാണ് നിങ്ങൾ പുറത്തു വന്നതെങ്കിൽ നിങ്ങൾ ഇനിയുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് കുറച്ചും കൂടി വലിയൊരു പാതയിലാണ് മുന്നോട്ട് പോകുന്നത്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നു, പുതിയ കാര്യങ്ങൾ പ്രോജക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കഴിവുകൾ നിങ്ങളിൽ ഉറങ്ങിക്കിടന്ന പുതിയ കഴിവുകൾ നിങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ എഫേർട്ട് ഇട്ട് കൂടുതൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ ആ ഒരു എഫേർട്ട് ഇടുന്നതിന്റെ ഫലം നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ വിവാഹാലോചനകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്ന് ദൂരദിക്കിൽ നിന്ന് ഒരു വിവാഹാലോചന വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ അനുകൂലമായിട്ട് ഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഊർജവും ശക്തിയും എല്ലാം നിങ്ങൾ ഇന്ന് വളരെയധികം സംഭരിച്ചു വെക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് മുന്നിലോട്ട് കുതിക്കുവാനുള്ള എല്ലാ ഊർജവും ശക്തിയും നിങ്ങൾ ഇന്നത്തെ ദിവസം സംഭരിച്ചെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 9 ഓഫ് വാൺസിന്റെ കാർഡാണ്. ഇതും ഒരു സ്ഥിരോത്സാഹത്തിന്റെ കാർഡാണ്. നിങ്ങൾ എന്ത് എഫേർട്ടും ഇട്ട് എല്ലാ ഊർജവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പൊരുതാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ എടുത്തിരിക്കുകയാണ്. അതായത് വളരെയധികം പോരാട്ടങ്ങൾക്ക് ശേഷം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അതിനകത്തുനിന്ന് എഫേർട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ആ ഇട്ട എഫേർട്ടിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ചിന്തയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്ത് വെല്ലുവിളികളെയും നേരിടാൻ പറ്റും. കാരണം ഇത്രയും പോരാട്ടങ്ങൾക്ക് കഴിഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ എന്ത് വെല്ലുവിളികൾ ഇനി മുന്നിൽ വന്നാലും അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ, ശക്തമായി തിരിച്ചു വരുവാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. തന്ത്രങ്ങൾ ഒരുപാട് മെനയുന്നുണ്ട്. കാരണം ഇതിനു മുന്നുണ്ടായ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ ആരും നമ്മളെ ഇതുപോലെ വഞ്ചിക്കാനോ പുറകിൽ നിന്ന് കുത്താനോ ഇടവരുത്താത്ത രീതിയിൽ പഴുതടച്ചുകൊണ്ടാണ് നമ്മളത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആസൂത്രണം വളരെ അധികം നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നുണ്ട്. ശക്തി സംഭരിച്ച് വെക്കുന്നുണ്ട്. തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടിന്റെ വളരെ അടുത്താണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ശക്തി സംഭരിച്ച് മുന്നോട്ട് കുതിച്ചാൽ നിങ്ങൾക്ക് എല്ലാവിധ സക്സസും റിസൾട്ടും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ നിൽക്കുന്നത്. 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്കൊരു പങ്കാളിത്തം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരു പുതിയ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ല നിങ്ങൾക്ക് ഉള്ള സൗഹൃദങ്ങൾ വളരെ ഊർജ്ജസ്വലമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളോ, ആത്മാർത്ഥ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബിസിനസ് പാർട്ട്ണറോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സിറ്റുവേഷനിൽ നിന്നൊക്കെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ സൗഹൃദം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് സുഹൃത്തുക്കളുമായി എന്തെങ്കിലും ഡിസ്കഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔട്ടിങ്ങിന് പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാനും അതിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഉടലെടുക്കാനും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുന്നുണ്ട്. പുതിയ ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചില ആളുകൾക്ക് പുതിയൊരു പാർട്ട്ണറെ കിട്ടുന്നുണ്ട്. ബിസിനസ് പാർട്ട്ണർ ആവാം, ലൈഫ് പാർട്ട്ണർ ആവാം. നല്ലൊരു പാർട്ട്ണറെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രണ്ടുപേർ തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു ഊർജമാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതായത് രണ്ട് മനസ്സുകൾ ഒരേപോലെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു മൂന്നാമതൊരു മനസ്സ് വരും എന്നാണ് പറയുന്നത്. അതായത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി അതിൻ്റെ ഇടയിൽ വരുന്ന അത് യൂണിവേഴ്സ് ആണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അപ്പോൾ വളരെയധികം ബ്ലെസ്സിങ്സ് ഈ കാര്യത്തിൽ തരുന്നു. ഒരേ മനസ്സോടെ രണ്ടുപേര് നിൽക്കുമ്പോഴാണ്. ഒരു കാര്യത്തിന് വേണ്ടി ഒരേ മനസ്സോടുകൂടി രണ്ടുപേര് പ്രവർത്തിക്കുമ്പോൾ അവിടെ മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടാവും. അത് യൂണിവേഴ്സിന്റെ ഇടപെടലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു എനർജി ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന്, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പ്ലാൻ ചെയ്യുന്ന കാര്യത്തിന് യൂണിവേഴ്സിന്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ഇന്നത്തെ ദിവസം കിട്ടിയിരിക്കുന്ന റീഡിങ്. കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു റീഡിങ് വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മളത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ നെഗറ്റീവ് എനർജി ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്കി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല ദിവസമായിട്ട് ഇരിക്കട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.